ഡേയ് പന്നിശല്യം കൂടി വരികയാണല്ലോ. ശരിയാണ്. വിഷം വെച്ചാൽ കൊന്നാലോ? അതിന് പന്നി നിന്നിട്ടുണ്ടേ അതങ്ങ് ഓടി കളിക്കുമല്ലയോ. അത് ശരിയാ. ഡേയ് നീ ഒരു തോക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പട്ടാളത്തിൻ്റെ കയ്യിലെ ഒരു എയർഗണ്ണുണ്ട്. അതിനാ ചെറുക്കൻ അവനെ പെട്ടിയിലൊക്കെയുള്ള സാധനം കയ്യിലുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, പന്നിയിറച്ചി നല്ല ടേസ്റ്റ്. നീ വൈകിട്ട് വീട്ടിലോട്ട് പോവാ, നമുക്കത് സെറ്റ് ചെയ്യാം. ഓക്കെ, എന്താ എന്നാ അങ്ങനെ ആയിക്കോച്ചാ. ഡേയ് അപ്പുവേ വാടേ, വീട്ടിൽ പോവാ. കരണ്ടില്ലേ അമ്മേ? മോനെ കരണ്ടില്ലടാ. കരണ്ട് എത്ര പെയിന്റ് അടിച്ചിട്ടും പിന്നെ വരുമെന്നേ. ഇതടിച്ച തരൂല മാമ. എന്താ മോനെ എന്നതാ? തരൂല. അച്ഛനോട് ഞാൻ പറയത്തില്ല. ഇല്ല മാമ, അച്ചാറിലെ വിഷയവും. പന്നിയെ കൊല്ലാനാടാ? ഇല്ല മാമ, ഇല്ല. മോനെ ഒന്നതാ, നിനക്ക് പകുതി പന്നി ഇറച്ചി തരാം. എനിക്ക് പന്നിയിറച്ചി കഴിച്ചുകൂടാ. ഒന്നെടുത്തോണ്ട് വാ. അച്ചാറിന് സീനോ? ഇല്ല, അച്ഛ ഒന്നും ഇല്ല. തരൂല? ഇല്ല. ഒരു മിനിറ്റ്. അച്ഛനെ തോക്ക് അവിടെ വെച്ചിട്ടുണ്ടോ? നേരത്തെ പറയണ്ടേ? ട്യൂഷൻ വെക്കണ അച്ചറിയല്ലേ? പോട്ടോ പോയോ? ആരും അറിയാമായിരുന്നു. ദൈവമേ. സവണോ വരുന്നേ ഇറങ്ങി സാധനം കിട്ടി. ഇത് പൊട്ടുകോടെ പിന്നെ പൊട്ടുവാണോ? പുള്ളി പട്ടാളത്തിലൊക്കെ ഉപയോഗിച്ചതല്ലേ? ഒഴിഞ്ഞു തരട്ടെ. 8-10 കൊല്ലമായില്ലേ ഇങ്ങനെയുണ്ടോ ഒരു ഇരിപ്പ്? അത് തന്നെയുമല്ല, വിശ്വാസപ്രമേയം ഉണ്ടായി. പറമ്പിച്ചിട്ട് പണിയുണ്ട്. ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടായിട്ടും അങ്ങേരൊന്ന് അനങ്ങിയോ? പിന്നെ കൃഷ്ണദാസ് ഒരാളില്ലായിരുന്നെങ്കിൽ ചക്ക വെട്ടിയിട്ടതുപോലെ ഈ മന്ത്രിസഭ താഴെ വീണത്. ഉള്ളത് പറയാമല്ലോ, ഇനി ഒരു ഇലക്ഷൻ വന്നാൽ കച്ചിയടിക്കുന്ന പ്രശ്നമേ ഇല്ല. നിലനിൽക്കണോ കൃഷ്ണദാസിനെ മുഖ്യമന്ത്രിയാക്കും. നിങ്ങൾ ഘടകകക്ഷികൾ ഉടനെ എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോ ഞങ്ങൾ വിചാരിച്ചാലും അങ്ങേരുടെ കസേര തെറിച്ചെന്നിരിക്കും. എന്താ മിസ്റ്റർ കൃഷ്ണദാസിന്റെ അഭിപ്രായം? രാജ്യവും ജനങ്ങളും എന്നെയാണ് ഉറ്റുനോക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ ഞാനായിട്ടൊന്നും ആവശ്യപ്പെടുന്നു എന്ന് ജനങ്ങൾ അറിയരുത്. നിങ്ങളും ഘടകകക്ഷികളും പാർട്ടിയും നിർബന്ധിക്കുന്നു എന്ന്. എന്ത് ചെയ്യണമെങ്കിലും ഉടനെ ചെയ്യണം. സമയം വൈകിയ മുഖ്യൻ എന്തെങ്കിലും തരികിട കാണിക്കും. കാഞ്ഞ മോനല്ലേ.
തുളസി വിൻസെന്റ്, പ്ലീസ് അരുത്. എന്റെ രാജമോന്റെ അച്ഛനെ കൊല്ലരുത്. എന്താണ് ശബ്ദം കേട്ടേ? ഒന്നുമില്ല. അച്ഛൻ എന്ത് ചെയ്യടാ? എന്തോ പറ്റിയടാ ഇന്നലെ വരാമെന്ന് പറഞ്ഞിട്ട്? ഓ അതൊന്നുമില്ല അണ്ണാ. എന്നാ പറ്റി? അതൊന്നും തലയിറങ്ങി വീണതാ. എന്നിട്ട് അത് നിങ്ങളുടെ പറമ്പിലേ ഞാൻ പണിയെടുത്തപ്പോ ഷുഗർ ഒന്ന് ഡൗണായി. തലയിറങ്ങി വീണതാ. അതെല്ലാം വിട്. ആ പന്നി കത്തുപോയി. ആരും ഒന്നും അതൊന്നും അറിയത്തില്ല. ഇനിയിപ്പോ നമുക്ക് കാര്യം ചെയ്യാം, നമുക്ക് എന്നാ ഒന്ന് പോയി നോക്കിക്കളയാം. എന്താ ശിവനെ ഷുഗർ ലോ ആയി. അയ്യോ നല്ലതാണെങ്കിൽ നമുക്ക് എടുക്കാം. നമുക്കൊന്ന് പോയി നോക്കിയാലോ? പോയി നോക്കാല്ലേ? പിന്നല്ലാതെ എന്നാ നമുക്ക് പോയി നോക്കാം. ഇറച്ചി അല്ലാണ്ട് നമുക്ക് എടുക്കുകയും ചെയ്യും. എന്നാ